വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്ന പോൽ വിശ്വസിച്ചിടുന്നു എൻ കർത്താവിൽ. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്ന പോൽ വിശ്വസിച്ചിടുന്നു എൻ കർത്താവിൽ. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. ബഥേൽ ബ്രദറൻ അസംബ്ലി ദുബായി ക്രമീകരിച്ചിരിക്കുന്ന ഈ സൂം മീറ്റിംഗിൽ ഇന്ന് രാത്രിയിൽ സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ ഞാൻ സ്നേഹവന്ദനങ്ങൾ ആദ്യമേ അറിയിക്കുന്നു. മാത്രമല്ല, ഇന്ന് ഈ മീറ്റിംഗിൽ ദൈവവചനം സംസാരിപ്പാൻ തക്കവണ്ണം എനിക്ക് അവസരവും ആരോഗ്യവും തന്ന സർവകൃപാലുവായ ദൈവത്തിന് എല്ലാ മഹത്വവും പുകഴ്ചയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. അതിലുപരി ഇന്ന് ഈ മീറ്റിംഗ് ഇപ്രകാരം ക്രമീകരിച്ച് ദൈവവചന ശുശ്രൂഷയ്ക്കായിട്ട് എന്നെ ക്ഷണിച്ച ബഥേൽ ബ്രദറൻ അസംബ്ലിയിലെ മൂപ്പന്മാരായ സഹോദരന്മാർ ജോസ് മാത്യൂസ് അങ്കിൾ, ജേക്കബ് എബ്രഹാം, തോമസ് ജോൺ, EK മുരളീധരൻ എന്നിവരോടുമുള്ള നന്ദിയെ ഞാൻ പ്രകാശിപ്പിക്കും. ഇന്നത്തെ വചന പഠനത്തിലേക്ക് വരുന്നതിന് മുമ്പേ അല്പം ചില വാക്കുകൾ പൊതുവായി പറയണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ദൈവം അവൻ അപ്രതീക്ഷിതമായ പല കാര്യങ്ങളും ചെയ്യുന്ന ദൈവമാണ്. Our God is a God of surprises എന്ന് നാം പറയാറുണ്ട്. ദൈവത്തിന് ഒരു കാര്യവും സർപ്രൈസ് അല്ല. God will never be taken by surprise, but by his actions he may surprise the human beings. ദൈവത്തിന് ഒരു കാര്യവും അതിശയമായിട്ടോ അപ്രതീക്ഷിതമായിട്ടോ ഇരിക്കുന്നില്ല. സകലവും തന്റെ ഹിതത്തിന്റെ ആലോചന പ്രകാരം ചെയ്യുന്ന ദൈവം എന്ന് എഫേസ്യർ 1:11 നാം വായിക്കുന്നു. എന്നാൽ ദൈവം ചെയ്യുന്ന പല കാര്യങ്ങളും നമുക്ക് അപ്രതീക്ഷിതമാകാം, നമുക്കൊരു പക്ഷേ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിട്ട് വരാം. ഞാനിത് പറയുന്നത് ഈ നാളുകളിൽ ലോകം എമ്പാടും അഭിമുഖീകരിക്കുന്ന COVID-19 മഹാവ്യാധിയുടെ പശ്ചാത്തലത്തിലാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിക്കാം. പലപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ ദൈവമേ, എന്തുകൊണ്ട് നീ ഇത് അനുവദിക്കുന്നു, എന്താണ് ഇതിന്റെ പിന്നിലെ ഉദ്ദേശ്യം എന്നൊക്കെ നാം ചോദിക്കാറുണ്ട്. നമ്മുടെ ചോദ്യം വളരെ ന്യായവുമാണ്. എന്നാൽ ദൈവം എപ്പോഴും നമ്മുടെ ചോദ്യങ്ങൾക്ക് ഉടൻ തന്നെ മറുപടി തരണമെന്ന് നിർബന്ധം ഇല്ല. വേദപുസ്തക ചരിത്രവും ലോക ചരിത്രവും അല്ല, നമ്മുടെ തന്നെ കഴിഞ്ഞ കാലങ്ങളിലെ ജീവചരിത്രമൊക്കെ നോക്കിയാൽ നമുക്കറിയാം, അനേകം അപ്രതീക്ഷിത സംഭവങ്ങളുടെ മുമ്പിൽ നാം പകച്ചു നിന്ന് ദൈവമേ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചിട്ടുണ്ട്. എന്നാൽ പലപ്പോഴും ദൈവം നിശബ്ദത പാലിക്കാറുണ്ട്. വേദപുസ്തകത്തിൽ തന്നെ അതിനുള്ള ധാരാളം ഉദാഹരണങ്ങൾ ഉണ്ട്. യോസഫിന്റെ ചരിത്രം നോക്കിയാലും, ഇയ്യോബിന്റെ ചരിത്രം നോക്കിയാലും, മോശയുടെ ചരിത്രം നോക്കിയാലും അവരുടെയൊക്കെ ജീവിതത്തിന്റെ ആരംഭ ഘട്ടങ്ങളിൽ നടന്ന പല കാര്യങ്ങളും എന്തുകൊണ്ട് എന്ന് അവർ ഒരുപക്ഷെ ചോദിച്ചു കാണും. എന്നാൽ ദൈവം അതിനൊരു വിശദീകരണം കൊടുക്കുന്നതായിട്ട് കാണുന്നില്ല. God may not explain everything that happens in our life, but he expects us to be trusting in him in all situations, whether we understand it or not. അതുകൊണ്ട് ദൈവം ആ നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു സന്ദർഭമാണ് ഇത് എന്ന് മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. എന്തുകൊണ്ട് ദൈവം ഇത് ചെയ്യുന്നു എന്നുള്ളത് പറയുവാൻ തക്കവണ്ണം നാം ആരും പ്രവാചകന്മാരല്ല, പ്രവചന വരമുള്ള ആരും തന്നെ ഇന്ന് ഇല്ല. എന്നാൽ ഇതിന്റെ എല്ലാം പിന്നിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട് എന്നുള്ളതിന്
യാതൊരു സംശയവുമില്ല. ദൈവം സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്നവനാണെന്നും നമുക്കറിയാം. അതുകൊണ്ട് എന്താണ് ഇതിന്റെ പിന്നിലെ നന്മ എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ അനേകം കാര്യങ്ങൾ നമുക്കൊക്കെ പറയാൻ കഴിയും. 2-3 കാര്യങ്ങൾ വളരെ വേഗം ഒന്ന് ചൂണ്ടിക്കാണിച്ചിട്ട് എന്റെ വിഷയത്തിലേക്ക് പ്രവേശിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമത്തെ നന്മ എന്ന് പറയുന്നത് ദൈവം തരുന്ന പല അനുഗ്രഹങ്ങളും വി ഓഫൺ ടേക്ക് തിങ്സ് ഗ്രാന്റഡ് എന്ന് പറഞ്ഞാൽ നാം അതെല്ലാം അത് ദൈവം സാധാരണമായി ചെയ്യുന്നു, നമ്മുടെ അവകാശം എന്ന് ചിന്തിച്ച് അതിന്റെ വില പലപ്പോഴും മനസ്സിലാക്കാറില്ല. എന്നാൽ ഒരു അനുഗ്രഹം ദൈവം തരുന്ന ഒരു പ്രിവിലേജ് നഷ്ടപ്പെടുമ്പോഴാണ് അതിന്റെ വില നമുക്ക് ശരിക്കും മനസ്സിലാകുന്നത്. മലയാളത്തിലൊരു ചൊല്ലുണ്ട്, കണ്ണുള്ളപ്പോൾ അതിന്റെ വില നാം മനസ്സിലാക്കുകയില്ല എന്ന്. When we have eyesight, we don't understand or value the importance of eyesight. കണ്ണുള്ളപ്പോൾ കണ്ണിന്റെ വില നാം മനസ്സിലാക്കുകയില്ല, ആ കാഴ്ച നഷ്ടപ്പെടുമ്പോഴാണ് അതിന്റെ വില മനസ്സിലാക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ കഴിഞ്ഞ കാലങ്ങളിൽ നാം ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ ഇന്ത്യയിലും മറ്റു രാജ്യങ്ങളിലും ഒക്കെ നമുക്ക് എപ്പോഴും കൂടി വരുവാനും പ്രാർത്ഥിപ്പാനും വചനം പഠിക്കുവാനും ഒക്കെ ഉള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. ആ സ്വാതന്ത്ര്യം ഉള്ളപ്പോൾ അത് വേണ്ട നിലയിൽ നാം ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഒരാത്മ പരിശോധന നടത്തേണ്ടത് ആവശ്യമാണ്. എപ്പോഴും കൂടി വരുവാൻ സ്വാതന്ത്ര്യം ഉള്ളപ്പോൾ ഈ സ്വാതന്ത്ര്യം ഇങ്ങനെ കർത്താവിന്റെ വരവ് വരെ ഒരു ഭംഗവും കൂടാതെ തുടർന്നു പോരും എന്നല്ലേ നാം ചിന്തിച്ചത്. എന്നാൽ ഇപ്പോൾ നമുക്ക് ഒരുമിച്ച് കൂടുവാനുള്ള സ്വാതന്ത്ര്യമില്ല. പിന്നെ ഈ സൂം മീറ്റിംഗ് ഉള്ളത് കൊണ്ട് ഇങ്ങനെ അന്യോന്യം ഒന്ന് കാണുവാൻ ഒക്കെ അവസരം കിട്ടുന്നു. അതുകൊണ്ട് ഇപ്പോഴാണ് കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം നമുക്ക് തന്നിരുന്ന സ്വാതന്ത്ര്യത്തിന്റെ ശരിയായ വില നാം മനസ്സിലാക്കുന്നത്. ഒരു പക്ഷേ അതിനുവേണ്ടിയാണോ ദൈവം ഇങ്ങനെയൊക്കെ ചെയ്തത് എന്ന് നാം ചിന്തിച്ചു പോയാൽ അത് തെറ്റില്ല. മറ്റൊരു പ്രയോജനം എന്ന് പറയുന്നത് കഴിഞ്ഞ നാളുകളിൽ നാം ഒക്കെ വളരെ ബിസി ആയിരുന്നു, അല്ലെ? പലപ്പോഴും വചന പഠനത്തിന് വേണ്ടി ആളുകളെ വിളിക്കുമ്പോൾ, മീറ്റിങ്ങുകൾ കണ്ട് വിളിക്കുമ്പോൾ എല്ലാവരും പറയും, ഞാൻ വളരെ തിരക്കാണ്. എന്നാൽ ഇന്ന് ആരും അത്ര ബിസി അല്ല. എല്ലാവർക്കും ധാരാളം സമയമുണ്ട്. ഗവൺമെന്റ് തന്നെ നിയമം ഉണ്ടാക്കി എല്ലാവരെയും ലോക്ക്ഡ് ഇൻ നടത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്നിപ്പോൾ ദൈവസന്നിധിയിൽ ഇരിക്കുവാനും വചനം പഠിക്കുവാനും ഒക്കെ എല്ലാവർക്കും സമയമുണ്ട്. സമയമില്ലാത്തവർക്കൊക്കെ ദൈവം ഇപ്പോൾ സമയം കൊടുത്തിരിക്കുകയാണ്. അതും ഇതിന്റെ ഒരു നന്മ തന്നെയാണ്. മൂന്നാമത്തേത്, പേപ്പറിലൊക്കെ നാം വായിക്കാറുണ്ട്, ഈ ലോക്ക്ഡൌൺ മുഖാന്തരം ഒരു വലിയ അന്തരീക്ഷ ശുദ്ധീകരണം എല്ലാ രാജ്യങ്ങളിലും നടക്കുകയാണ്. അന്തരീക്ഷ മലിനീകരണമൊക്കെ വളരെ കുറഞ്ഞു. ഞാൻ അതിനൊരു ആത്മീയ അർത്ഥം കൂടെ കുറച്ച് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നു. അന്തരീക്ഷ ശുദ്ധീകരണം മാത്രമല്ല, നമ്മുടെയൊക്കെ ജീവിതത്തെ ഒരു ശുദ്ധീകരണത്തിന് വേണ്ടിയും കൂടെ അല്ലേ ദൈവം ഇങ്ങനെ ഇത് ക്രമീകരിച്ചത് എന്ന് നാം ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെ ഈ ലോക്ക്ഡൌണിന്റെ നന്മകൾ നോക്കുകയാണെങ്കിൽ അനേകം കാര്യങ്ങൾ പറയുവാനുണ്ട്. അതുകൊണ്ട് ദൈവം എന്തിനു വേണ്ടി ഇത് ചെയ്തു എന്നുള്ളതിന്റെ പൂർണ്ണമായ ഒരു ചിത്രം ഇപ്പോൾ നമുക്ക് മനസ്സിലാകയില്ല എങ്കിലും അനേകം നന്മകൾ ഇതിന്റെ പിന്നിൽ ഉണ്ട് എന്നുള്ളതിന് രണ്ട് പക്ഷമില്ല എന്നുള്ളത് ഞാൻ ആമുഖമായി ഒന്ന് ഓർപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ശരി, ഇന്ന് രാത്രിയിലെ വചന പഠനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇന്ന് രാത്രിയിൽ ഞാൻ എടുക്കുവാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ നോട്ടീസിൽ കാണിച്ചതുപോലെ പഴയ നിയമകാലത്ത് ജീവിച്ചിരുന്ന ഒരു ന്യായാധിപനായ ഗിദെയോന്റെ ജീവിതത്തെക്കുറിച്ചുള്ള ഒരു ലഘു പഠനമാണ്. തന്റെ ജീവിതത്തെക്കുറിച്ചുള്ള വളരെ പൂർണ്ണമായ ഒരു പഠനം ഈ 3 ദിവസങ്ങൾ കൊണ്ട് ചെയ്യുവാൻ സാധ്യമല്ല. എന്നാൽ തന്റെ ജീവിതത്തിലെ ചില ആത്മീക പാഠങ്ങൾ ഈ 3 ദിവസങ്ങൾ കൊണ്ട് പൂർത്തീകരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഇതൊരു ക്യാരക്ടർ സ്റ്റഡി ആണെന്ന് വേണമെങ്കിൽ പറയാം. വേദപുസ്തക പഠനത്തിന് പല മെത്തേഡ്സ് ഉണ്ട് എന്ന് നമുക്കറിയാം. നമുക്ക് പുസ്തകങ്ങളായിട്ട് പഠിക്കാം, അധ്യായങ്ങളായിട്ട് പഠിക്കാൻ സാധിക്കും. അതുപോലെ ടോപ്പിക്കൽ സ്റ്റഡീസ്, വിഷയ പഠനങ്ങൾ, ഡോക്ടറൽ സ്റ്റഡീസ്, ഉപദേശ വിഷയ പഠനങ്ങൾ, അതുപോലെ ക്യാരക്ടർ സ്റ്റഡി അല്ലെങ്കിൽ ബയോഗ്രഫിക്കൽ സ്റ്റഡീസ്, ജീവചരിത്ര പഠനങ്ങൾ. എന്റെ അഭിപ്രായത്തിൽ അനേക തരം പഠനങ്ങൾ ഉണ്ടെങ്കിലും അതിൽ ഏറ്റവും ലളിതവും
പ്രായോഗികവും നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്ന ഒരു പഠന ശാഖയാണ് ജീവചരിത്ര പഠനങ്ങൾ എന്ന്. വിശുദ്ധ വേദപുസ്തകം ഒരു ചരിത്രമാണെന്ന് നമുക്കറിയാം. ഇറ്റ്സ് എ ബുക്ക് ഓൺ ഹിസ്റ്ററി. അനേകം ചരിത്രങ്ങൾ വേദപുസ്തകത്തിന്റെ താളുകളിൽ കാണുന്നുണ്ട്. വ്യക്തികളുടെ ചരിത്രങ്ങൾ, കുടുംബത്തിന്റെ ചരിത്രങ്ങൾ, ദേശത്തിന്റെ ചരിത്രം, രാഷ്ട്രത്തിന്റെ ചരിത്രം, ഒരു നിലയിൽ ലോക ചരിത്രം തന്നെ വേദപുസ്തകത്തിന്റെ താളുകളിൽ രേഖയാക്കി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ ഈ ചരിത്ര വായിക്കുമ്പോൾ നമുക്ക് ഒരു സംശയം തോന്നും, എന്തിനാണ് ഇത്രയധികം ജീവചരിത്രങ്ങൾ രേഖയാക്കി നമുക്ക് വേദപുസ്തകത്തിന്റെ താളുകളിൽ തന്നിരിക്കുന്നത്? ഇന്നേക്ക് 2000, 3000, 3500 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഈ വ്യക്തികളുടെ ചരിത്രം വായിക്കുന്നത് കൊണ്ട് നമുക്ക് എന്താണ് പ്രയോജനം? ആ ചോദ്യം വളരെ ന്യായമാണ്. എന്നാൽ അതിന്റെ ഉത്തരം അപ്പോസ്തലനായ പൗലോസ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ രേഖയാക്കി തന്നിട്ടുണ്ട്. റോമാലേഖനം 15-ാം അധ്യായം 4-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, മുൻ എഴുതിയിരിക്കുന്നതൊക്കെയും നമ്മുടെ ഉപദേശത്തിനായിട്ട്. മുൻ എഴുതിയിരിക്കുന്നതൊക്കെയും നമ്മുടെ ഉപദേശത്തിനായിട്ട്. അവിടെ ഉപദേശം എന്ന് ഉപയോഗിക്കുന്നത് ഇൻസ്ട്രക്ഷൻ ആണ്, ഡോക്ട്രിൻസ് അല്ല, ഇൻസ്ട്രക്ഷൻ, ഗുണദോഷം എന്ന് വേണമെങ്കിൽ അതിനെ പറയാൻ സാധിക്കും. നമ്മുടെ ഉപദേശത്തിനായിട്ട്, ഗുണദോഷത്തിനായിട്ട്, പ്രബോധനത്തിനായിട്ടാണ് തന്നിരിക്കുന്നത്. 1 കൊരിന്ത്യർ 10:6 അവിടെ 10:1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ പഴയ നിയമ ഇസ്രായേലിന്റെ ജയപരാജയങ്ങളൊക്കെ വിവരിച്ചിട്ട് അപ്പോസ്തലൻ പറയുകയാണ്, ഇത് ദൃഷ്ടാന്തമായിട്ട്, ഇത് അവർക്ക് ദൃഷ്ടാന്തമായി ഭവിച്ചു. ഇനി 11-ാം വാക്യത്തിൽ ഇത് ദൃഷ്ടാന്തമായി അവർക്ക് ഭവിച്ചു, ലോകാവസാനം വന്നെത്തിയിരിക്കുന്ന നമുക്ക് ബുദ്ധിയുപദേശത്തിനായി എഴുതിയും ഇരിക്കുന്നു. ശ്രദ്ധിക്കുക, പഴയ നിയമകാലത്ത് സംഭവിച്ച കാര്യങ്ങളൊക്കെ നമുക്കൊരു എക്സാമ്പിൾസ് ആയിരുന്നു എന്നാണ് അപ്പോസ്തലൻ പറയുന്നത്. ഇത് അവർക്ക് സംഭവിച്ചു, പക്ഷെ ആർക്കാണ് ദൃഷ്ടാന്തം? നമുക്കാണ്. ആർക്കാണ് ബുദ്ധിയുപദേശം? നമുക്കാണ്. അവിടെ ബുദ്ധിയുപദേശം എന്നുള്ളതിന് ഉപയോഗിച്ചിരിക്കുന്ന ഇംഗ്ലീഷ് പദം അഡ്മോണിഷൻ എന്നതാണ്. അതിൽ ഉപദേശവുമുണ്ട്, ശാസനയുമുണ്ട്. അതുകൊണ്ട് ഇത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഇതെല്ലാം രേഖയാക്കി തന്നിരിക്കുന്നത് എന്ന് നാം മറന്നു പോകരുത്. അപ്പോൾ സംശയം തോന്നും, പഴയ നിയമ കാലത്ത് ജീവിച്ചിരുന്ന പല വ്യക്തികളുടെയും ചരിത്രത്തിൽ നമുക്ക് ഒട്ടും അനുകരിക്കാൻ പാടില്ലാത്ത സംഭവങ്ങളും ഉണ്ടല്ലോ. എല്ലാവരും അബ്രഹാമിനെ പോലെയോ ഇയ്യോബിനെ പോലെയോ ഭക്തന്മാർ ആയിരുന്നില്ലല്ലോ. ഈ നെഗറ്റീവ് എക്സാമ്പിൾസ് ഇത്രയധികം എന്തിനാണ് തന്നിരിക്കുന്നത്? അതും ന്യായമായ ഒരു ചോദ്യമാണ്. ഞാൻ അത് മനസ്സിലാക്കാൻ വേണ്ടി 1-2 ദൃഷ്ടാന്തങ്ങൾ പറയാം. ചരിത്രത്തെ ഒരു ട്രാഫിക് സിഗ്നലിനോട് ഉപമിച്ച് പറയാറുണ്ട്. നാം എല്ലാം ട്രാഫിക് സിഗ്നൽസ് കണ്ടിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട 3 ലൈറ്റുകളാണുള്ളത്. ഏറ്റവും മുകളിൽ ചുവപ്പ്, നടുക്ക് ആംബർ അല്ലെങ്കിൽ ഓറഞ്ച്, താഴെ പച്ച. പ്രധാനപ്പെട്ട 2 ലൈറ്റുകൾ എന്ന് പറയാം, ചുവപ്പും പച്ചയും. ഞാൻ ഇങ്ങനെ പറയട്ടെ, വേദപുസ്തകത്തിലെ ജീവചരിത്രങ്ങളൊക്കെ ഈ ചുവപ്പിന്റെയും പച്ചയുടെയും സമ്മിശ്രങ്ങളാണ് എന്ന് പറഞ്ഞാൽ, we have to imitate the good things in the life of the Old Testament characters, and we should not imitate, or we should reject all the bad things that happened in the lives of the Old Testament characters. അതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ ചുവപ്പും പച്ചയും ഉണ്ട്. നല്ല കാര്യങ്ങൾ പച്ച അനുകരിക്കുക, ചുവപ്പ് തിരസ്കരിക്കുക. വേറെ നിലയിൽ പറഞ്ഞാൽ, ചിലപ്പോൾ ഈ ദുഷ്ട കഥാപാത്രങ്ങളെന്നോ നെഗറ്റീവ് എക്സാമ്പിൾസ് എന്നോ ഒക്കെ നാം പറയുന്നവരുടെ ജീവിതത്തിൽ നിന്നും ചില പോസിറ്റീവായിട്ടുള്ള പാഠങ്ങൾ നമുക്ക് പഠിക്കുവാൻ സാധിക്കും. ഞാൻ ചരിത്രത്തിൽ നിന്ന്, വേദപുസ്തക ചരിത്രമല്ല, സെക്കുലർ ഹിസ്റ്ററിയിൽ നിന്ന് ഒരു എക്സാമ്പിൾ പറയാം. ജോർജ് ബെർണാഡ് ഷായെ കുറിച്ച് നാമൊക്കെ കേട്ടിട്ടുണ്ട്. ഇംഗ്ലീഷ് സാഹിത്യകാരനായിരുന്ന ജോർജ് ബെർണാഡ് ഷാ
തന്റെ ഒരു അനുഭവം താൻ തന്റെ പുസ്തകത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. തന്റെ ജീവചരിത്രത്തിൽ തന്റെ പിതാവ് വലിയ ഒരു മദ്യപാനിയായിരുന്നു. ജോർജ് ബെർണാഡ് ഷായ്ക്ക് കേവലം 12-13 വയസ്സ് പ്രായമുള്ളപ്പോൾ ഈ പിതാവ് തന്റെ മദ്യപാനം കൊണ്ട് രോഗിയായി അങ്ങനെ ഈ ലോകത്തോട് വിട പറഞ്ഞു. എന്നാൽ മരിക്കുന്നതിന് തൊട്ടു മുമ്പ്, അതായത് താൻ മരണക്കിടക്കയിൽ ആയിരുന്നപ്പോൾ താൻ ജോർജ് ബെർണാഡ് ഷായെ വിളിച്ചു. തന്റെ ഇളയ മകൻ ജോർജ് ബെർണാഡ് ഷായെ വിളിച്ചു. എന്നിട്ട് അവന്റെ മുഖത്തേക്ക് നോക്കി ഇങ്ങനെ പറഞ്ഞു, ജോർജ്, ലുക്ക് അറ്റ് യുവർ ഫാദർ ആൻഡ് ലേൺ എ ലെസൺ. ജോർജെ, നീ നിന്റെ പിതാവിനെ നോക്കി ഒരു പാഠം പഠിക്കുക. മദ്യപാനിയായി ജീവിച്ച് അകാലത്ത് മരിച്ച ഈ പിതാവിൽ നിന്ന് ഈ ബാലൻ എന്ത് പാഠമാണ് പഠിക്കേണ്ടത്? ജോർജ് ബെർണാഡ് ഷാ പറയുന്നത്, ഞാൻ എന്റെ പിതാവിനെ ശ്രദ്ധിച്ചു നോക്കി പിതാവിൽ നിന്നൊരു പാഠം പഠിച്ചു. എന്താണ് പഠിച്ചതെന്ന് അറിയാമോ? മദ്യപാനി ആകുവാനല്ല, ഒരിക്കലും മദ്യപാനി ആകരുത് എന്നൊരു തീരുമാനം താൻ എടുത്തു. ജോർജ് ബെർണാഡ് ഷാ 94 വയസ്സ് വരെ ജീവിച്ചിരുന്നു. താൻ ഒരിക്കലും മദ്യപാനി ആയിരുന്നില്ല എന്നാണ് തന്റെ ചരിത്രകാരന്മാർ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വരുന്നതിന്റെ താല്പര്യം, ചിലപ്പോൾ ചില നെഗറ്റീവ് എക്സാമ്പിൾസിൽ നിന്നും നമുക്ക് ചില പോസിറ്റീവ് ലെസൺസ് പഠിക്കുവാൻ കഴിയും. അതുകൊണ്ടാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പഴയ നിയമകാലത്ത് ജീവിച്ചിരുന്ന അനേകരുടെ ചരിത്രങ്ങൾ, അവരുടെ ജീവിതത്തിലെ തെറ്റുകളും അവരുടെ ജീവിതത്തിലെ നല്ല കാര്യങ്ങളും ഒക്കെ ഒരുപോലെ രേഖയാക്കി നമുക്ക് തന്നിരിക്കുന്നത്. ഞാന് വേദപുസ്തകത്തിലെ ജീവചരിത്ര പഠനത്തിന് ഒരു മുഖവുര പറഞ്ഞു എന്ന് മാത്രം. നമുക്ക് ഗിദെയോന്റെ ചരിത്രത്തിലേക്ക് കടന്നു വരുന്നതിന് മുമ്പേ ഗിദെയോന്റെയും മറ്റ് ന്യായാധിപന്മാരുടെയും ചരിത്രം എഴുതിയിരിക്കുന്ന ബുക്ക് ഓഫ് ജഡ്ജസ്, ന്യായാധിപന്മാരുടെ പുസ്തകത്തെ കുറിച്ച് ചില കാര്യങ്ങൾ പൊതുവായി ഒന്നറിയേണ്ടത് ആവശ്യമാണ്. യോശുവയുടെ പുസ്തകം കഴിഞ്ഞ് ഉടനെ വരുന്ന പുസ്തകമാണ് ന്യായാധിപന്മാർ. യോശുവ, ന്യായാധിപന്മാർ, ഈ 2 പുസ്തകങ്ങൾ നാം ഒന്ന് ശ്രദ്ധിച്ചാൽ ഇവ തമ്മിൽ വലിയ ഒരു വൈരുദ്ധ്യം കാണാൻ സാധിക്കും. A vast difference or a contradiction we can see between these 2 books. എന്താണ് വൈരുദ്ധ്യം? യോശുവയുടെ പുസ്തകം വിജയത്തിന്റെ പുസ്തകമാണ്. എന്ന് പറഞ്ഞാൽ മോശയുടെ കൈയാൽ മരുഭൂമിയിൽ കൂടി മോശ നടത്തിക്കൊണ്ടുവന്ന ദൈവജനം യോശുവയുടെ നേതൃത്വത്തിൽ കനാൻ നാട്ടിൽ പ്രവേശിച്ചു. അവർ സ്വസ്ഥത അനുഭവിക്കുന്നു, സ്വാതന്ത്ര്യം അനുഭവിക്കുന്നു, അങ്ങനെയുള്ള ഒരു ചിത്രമാണ് യോശുവയുടെ പുസ്തകത്തിൽ നാം കാണുന്നത്. എന്നാൽ ന്യായാധിപന്മാരുടെ പുസ്തകം ഒരു പരാജയത്തിന്റെ പുസ്തകമാണ്. അവിടെ ജനം പാപം ചെയ്യുന്നു, അടിമത്തത്തിലേക്ക് പോകുന്നു, അതിന്റെ ഫലമായിട്ട് അവർ കഷ്ടത അനുഭവിക്കുന്നു. അവർ അതുപോലെ അസ്വാതന്ത്ര്യവും അതുപോലെ അസ്വസ്ഥതയും എല്ലാം അനുഭവിക്കുന്ന ഒരു ചിത്രമാണ് അവിടെ നാം ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ കാണുന്നത്. എന്താണ് അതിന്റെ കാരണം എന്ന് ചോദിച്ചാൽ, ന്യായാധിപന്മാരുടെ പുസ്തകത്തിന്റെ താക്കോൽ വാക്യം എന്ന് പറയുന്നത് ന്യായാധിപന്മാരുടെ പുസ്തകം 21-ാം അധ്യായം 25-ാം വാക്യമാണ്. അത് ന്യായാധിപന്മാർ 17:6 ആവർത്തിക്കുന്നുണ്ട്. എന്താണ് അവിടെ വായിക്കുന്നത്? അക്കാലത്ത് ഇസ്രയേലിൽ രാജാവില്ലായിരുന്നു, ഓരോരുത്തൻ തനിക്ക് ബോധിച്ചതുപോലെ നടന്നു. അപ്പോൾ ഒരു വലിയ അരാജകത്വമായിരുന്നു ന്യായാധിപന്മാരുടെ കാലത്തിന്റെ മുഖമുദ്ര. അങ്ങനെ ഓരോരുത്തൻ തനിക്ക് ബോധിച്ചതുപോലെ നടന്നതുകൊണ്ടാണ് ദൈവത്താൽ വിടുവിക്കപ്പെട്ട, ദൈവം തെരഞ്ഞെടുത്ത ഇസ്രായേൽ ജനം പരാജയപ്പെട്ടു. ഇത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ന്യായാധിപന്മാരുടെ പുസ്തകം 2-ാം അധ്യായം ഒരു വേദഭാഗം വായിക്കാൻ വേണ്ടി ഏതെങ്കിലും സഹോദരന്മാരെ ക്രമീകരിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് വായിച്ചാൽ ഉപകാരമായിരുന്നു. ന്യായാധിപന്മാരുടെ പുസ്തകം 2-ാം അധ്യായം 7-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. യോശുവയുടെ കാലത്തൊക്കെയും യോശുവ കഴിഞ്ഞിട്ട് ഏറിയ നാൾ ജീവിച്ചിരുന്നവരായി യഹോവ ഇസ്രായേലിനു വേണ്ടി ചെയ്ത മഹാപ്രവർത്തികളൊക്കെയും കണ്ടിട്ടുള്ളവരായ മൂപ്പന്മാരുടെ കാലത്തൊക്കെയും ജനം യഹോവയെ സേവിച്ചു. ഈ വാക്യത്തിന്റെ പ്രസക്തി നാം മനസ്സിലാക്കണം. യോശുവയുടെ കാലത്തും യോശുവയുടെ ഒരർത്ഥത്തിൽ
തന്നോടുകൂടെ സഹകരിച്ച ആ മൂപ്പന്മാരുടെ കാലത്തും ഇസ്രായേൽ മക്കൾ യഹോവയെ സേവിച്ചു എന്ന് പറഞ്ഞാൽ അതിനുശേഷം അവർ യഹോവയെ വിട്ട് പിന്മാറി, അവർ യഹോവയെ ഉപേക്ഷിച്ചു എന്നാണ് അതിന്റെ അർത്ഥം. നാം തുടർന്ന് അങ്ങോട്ട് വായിക്കുമ്പോൾ അതിന്റെ 11 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അത് വ്യക്തമായി അവിടെ എഴുതിയിട്ടുണ്ട്. എന്നാൽ ഇവിടെ 7-ാം വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു ആത്മീക പ്രമാണം പെട്ടെന്നൊന്ന് പറഞ്ഞു പോകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. യോശുവ നല്ല ഒരു ആത്മീയ നേതാവും അതുപോലെ തന്നെ ഒരു മിലിറ്ററി ജനറലും ആയിരുന്നു. തന്റെ കൂടെ ഉണ്ടായിരുന്ന, തന്റെ കീഴിൽ പരിശീലനം ലഭിച്ച മൂപ്പന്മാരും അവർ നല്ല ഭക്തന്മാരായ ആളുകളായിരുന്നു. അങ്ങനെയുള്ളവർ നേതൃത്വം കൊടുത്തിരുന്ന കാലത്ത് ഇസ്രായേൽ മക്കൾ ഏറെക്കുറെ ഭക്തന്മാരായി യഹോവയെ സേവിച്ച് ജീവിച്ചു. പലപ്പോഴും പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഒരു രാഷ്ട്രത്തിന്റെ, ഒരു സംഘടനയുടെ അല്ലെങ്കിൽ ഒരു സഭയുടെ ആത്മീക നിലവാരം അതിനെ നയിക്കുന്ന നേതാക്കന്മാരെ ആശ്രയിച്ചാണോ ഇരിക്കുന്നത്? നല്ല ചോദ്യം. അതിന്റെ ഉത്തരം ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ നമുക്ക് പറയാൻ കഴിയുന്നത് മിക്കപ്പോഴും അത് അങ്ങനെ തന്നെയാണ്. മിക്കപ്പോഴും, എപ്പോഴും എന്ന് ഞാൻ പറയുകയില്ല. ഏത് പ്രമാണങ്ങൾക്കും എക്സെപ്ഷൻസ് ഉണ്ട്, അപവാദങ്ങളുണ്ട്. വളരെ ഭക്തന്മാരായ ആത്മീകർ നേതൃത്വം കൊടുക്കുന്ന കാലത്തും ഇസ്രായേൽ മക്കളിൽ ചിലരൊക്കെ വഴിതെറ്റി പോയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാനത് പറയുന്നതിന്റെ താല്പര്യം നമുക്കും ഈ പ്രമാണങ്ങൾ ബാധകമാണ്. ഒരു പൊതുപ്രമാണം എന്നുള്ള നിലയിൽ ഒരു രാഷ്ട്രത്തിന്റെ ആത്മീക നിലവാരം അതിനെ നയിക്കുന്ന ന്യായാധിപന്മാരുടെയും അല്ലെങ്കിൽ പിൽക്കാലത്ത് വന്ന രാജാക്കന്മാരുടെയും ആത്മീക നിലവാരത്തെ അനുസരിച്ചാണ് ഇരിക്കുന്നത്. അതിന് സമാനമായി നമുക്കൊന്ന് പറയാൻ കഴിയുന്നത് പലപ്പോഴും സ്ഥലം സഭകളുടെ ആത്മീക നിലവാരവും അതിന് നേതൃത്വം കൊടുക്കുന്ന സുവിശേഷകന്മാരെയും ഉപദേഷ്ടാക്കന്മാരെയും മൂപ്പന്മാരെയും അനുസരിച്ചാണ് ഒരു വലിയ അളവ് വരെ നിൽക്കുന്നത് എന്ന് വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ കഴിയും. എന്നാൽ ആ യോശുവയുടെയും മൂപ്പന്മാരുടെയും കാലം കഴിഞ്ഞപ്പോൾ ഇസ്രായേൽ മക്കൾ യഹോവയെ ഉപേക്ഷിച്ച് ബാലിനെയും അശേരെയും സേവിക്കുവാൻ വേണ്ടി പോയി. എന്തായിരുന്നു അനന്തരഫലം? ദൈവം അവരെ ന്യായം വിധിച്ചു, അല്ലെങ്കിൽ അവർക്ക് ശിക്ഷ കൊടുക്കുന്നുണ്ട്. സാധാരണ ഈ ന്യായാധിപന്മാരുടെ പുസ്തകത്തിലെ ഇസ്രായേൽ മക്കളുടെ ചരിത്രത്തെ 4 വാക്കുകളിൽ സംക്ഷേപിച്ച് ഇങ്ങനെ പറയാറുണ്ട്. ശ്രദ്ധിക്കുക. 1, റിബല്യൻ അല്ലെങ്കിൽ മത്സരം അഥവാ പാപം. 2, റിട്രിബ്യൂഷൻ, അതായത് ദൈവം കൊടുക്കുന്ന ശിക്ഷ അല്ലെങ്കിൽ ബാലശിക്ഷ. 3, റിപ്പന്റൻസ് അല്ലെങ്കിൽ മാനസാന്തരം. 4, റെസ്റ്റോറേഷൻ. ഞാൻ ഒന്നുകൂടെ പറയാം, ഇംഗ്ലീഷിൽ അത് ഓർത്തിരിക്കാൻ വളരെ എളുപ്പമാണ്. ഒന്നാമത്തേത് റിബല്യൻ, 2 റിട്രിബ്യൂഷൻ, 3 റിപ്പന്റൻസ്, 4 റെസ്റ്റോറേഷൻ. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ജനമായ ഇസ്രായേൽ എപ്പോഴൊക്കെ പാപം ചെയ്ത് ദൈവത്തെ ഉപേക്ഷിച്ച് അന്യദേവന്മാരുടെ പിന്നാലെ പോയോ അപ്പോഴൊക്കെ നീതിയുള്ള ന്യായാധിപതി എന്ന നിലയിൽ അല്ലെങ്കിൽ നല്ല ഒരു പിതാവെന്ന നിലയിൽ ദൈവത്തിന് തന്റെ ജനത്തെ, തന്റെ മക്കളെ ബാലശിക്ഷ കഴിക്കാതിരിക്കാൻ യാതൊരു നിർവാഹവും ഇല്ലായിരുന്നു. അതുകൊണ്ട് ദൈവം അവരെ ശിക്ഷിക്കും. ഒരു രാഷ്ട്രത്തെ മുഴുവൻ ശിക്ഷിക്കുവാൻ വേണ്ടിയാണ് പലപ്പോഴും അവരെ ശത്രുക്കൾക്ക് ഏൽപ്പിച്ചിരുന്നത് എന്ന് നാം മറന്നു പോകരുത്. എന്നാൽ അങ്ങനെ ശിക്ഷ അനുഭവിക്കുമ്പോൾ, കഷ്ടത അനുഭവിക്കുമ്പോൾ അവർ മാനസാന്തരപ്പെടും, ദൈവത്തോട് നിലവിളിക്കും. അങ്ങനെ നിലവിളിക്കുമ്പോൾ ദൈവം കരുണ തോന്നുകയും ദൈവം ആ സമയത്ത് ഒരു ന്യായാധിപനെ എഴുന്നേൽപ്പിക്കുകയും ആ ന്യായാധിപന്റെ നേതൃത്വത്തിൽ അവർ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരികയും ചെയ്യും. അങ്ങനെ ദൈവം അവരെ യഥാസ്ഥാനപ്പെടുത്തും. ഈ ഒരു ചക്രം, ഈ ഒരു സൈക്കിൾ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ അനേക പ്രാവശ്യം നമുക്ക് കാണുവാൻ സാധിക്കും. ഇസ്രായേൽ മക്കൾ പലപ്പോഴും തെറ്റ് ചെയ്ത് ശിക്ഷ അനുഭവിച്ചിട്ടുണ്ടെങ്കിലും അവർ വീണ്ടും വീണ്ടും പാപത്തിലേക്ക് മടങ്ങി പോകാറുണ്ട്. എന്തുകൊണ്ടാണത്? ഇസ്രായേൽ മക്കളെ മാത്രം നാം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് അടിസ്ഥാനപരമായ ഒരു മനുഷ്യ പ്രകൃതമാണ്. നമുക്കെല്ലാവർക്കും ഒരു പാപ പ്രകൃതമുണ്ട്. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും മനുഷ്യൻ പാപത്തിൽ വീഴുന്നത്. അപ്പോൾ ഇങ്ങനെ ദൈവം എഴുന്നേൽപ്പിച്ച ഇസ്രായേൽ മക്കളെ ഓരോ കാലത്തും
അടിമത്തത്തിൽ നിന്ന് വിടുവിക്കുന്നതിന് വേണ്ടി ദൈവം എഴുന്നേൽപ്പിച്ച ഏതാണ്ട് 13 ന്യായാധിപന്മാരുടെ ചരിത്രമാണ് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നാം കാണുന്നത്. ഏകദേശം 340 വർഷങ്ങളുടെ ചരിത്രം. ഇങ്ങനെ ദൈവം എഴുന്നേൽപ്പിച്ച ആദ്യത്തെ ന്യായാധിപനാണ് ഒത്നിയേൽ. അതിനുശേഷം യേഹൂദ, ശങ്കർ, ദെബോര. 5ാമത് ദൈവം എഴുന്നേൽപ്പിച്ച ന്യായാധിപനാണ് ഗിദെയോൻ എന്ന് നാം മനസ്സിലാക്കണം. എന്നാൽ ഈ ന്യായാധിപന്മാരുടെയൊക്കെ ചരിത്രം നാം പൊതുവായി നോക്കിയാൽ വാസ്തവത്തിൽ മാനുഷികമായ ബലഹീനതയിൽ ചൊരിയപ്പെടുന്ന ദൈവകൃപയുടെ വലിയൊരു പ്രദർശനം കാണാൻ സാധിക്കും. ഈ ന്യായാധിപന്മാരെല്ലാവരും മാനുഷികമായ വലിയ ബലഹീനതകളും പരിമിതികളും ഉള്ളവരായിരുന്നു. 1 കൊരിന്ത്യർ 1:26 മുതലുള്ള വാക്യങ്ങളിൽ പിൽക്കാലത്ത് പൗലോസ് എഴുതി വിശ്വാസികളോട് പറയുകയാണ്, സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയെ നോക്കുവീൻ. ലോകാഭിപ്രായ പ്രകാരം ജ്ഞാനികൾ ഏറെയില്ല, ബലവാന്മാർ ഏറെയില്ല, കുലീനന്മാരും ഏറെയില്ല. ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായത് തെരഞ്ഞെടുത്തു. ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത് തെരഞ്ഞെടുത്തു. ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ കുലഹീനവും നികൃഷ്ടവും ഏതുമില്ലാത്തതും തെരഞ്ഞെടുത്തു. ഒരു ജഡവും ദൈവസന്നിധിയിൽ പ്രശംസിക്കാതിരിക്കേണ്ടതിന് തന്നെ. വാസ്തവത്തിൽ ഈ സത്യത്തിന്റെ പഴയ നിയമ ഉദാഹരണങ്ങളാണ് നാം ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ കാണുന്നത്. വളരെ ബലഹീനരായ, അനേകം പരിമിതികളുള്ള സാധാരണ മനുഷ്യർ, നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യർ, വളരെ വേഗം തെറ്റിപ്പോകുന്ന മനുഷ്യർ, അങ്ങനെയുള്ള അനേകം സാധാരണ മനുഷ്യരെ ദൈവം വിളിച്ച് വേർതിരിച്ച് ന്യായാധിപന്മാരായി തന്റെ ആത്മാവിനാൽ ശക്തീകരിച്ച് ഉപയോഗിച്ച ചരിത്രമാണ് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നാം കാണുന്നത് എന്ന് നാം മറന്നു പോകരുത്. നമുക്ക് അതിന്റെ 6ാം അധ്യായത്തിലേക്ക് കടന്നു വരാം. 6, 7, 8 അധ്യായങ്ങളിലാണ് ഗിദെയോന്റെ ചരിത്രം നാം കാണുന്നത്. പ്രധാനമായും 6, 7 അധ്യായങ്ങൾ. എനിക്ക് അനുവദിച്ചിരിക്കുന്ന ഈ 3 ദിവസങ്ങളിലെ പഠനങ്ങളിൽ 6, 7 അധ്യായങ്ങൾ മാത്രമാണ് വിശദീകരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. അതിന്റെ 1ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. ജഡ്ജസ് ചാപ്റ്റർ 6 വേഴ്സ് 1. ഇസ്രായേൽ മക്കൾ പിന്നെയും യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. യഹോവ അവരെ 7 സംവത്സരം മിദ്യാന്റെ കയ്യിൽ ഏൽപ്പിച്ചു. ശ്രദ്ധിക്കുക, ആ വാക്യം തുടങ്ങുന്നത് ഇസ്രായേൽ മക്കൾ പിന്നെയും. മലയാളത്തിലെ ആ തർജ്ജമ വളരെ നല്ല ഒരു തർജ്ജമയാണ്. ഇംഗ്ലീഷിൽ അത്രയും വ്യക്തമായിട്ട് അത് വന്നിട്ടില്ല. Then the Israelites did evil in the sight of God എന്ന് മാത്രമേ നാം വായിക്കുന്നുള്ളൂ. Evil in the sight of the Lord. എന്നാൽ ആ പിന്നെയും എന്നുള്ളത് വളരെ നല്ല ഒരു പദപ്രയോഗം തന്നെയാണ്. ഇസ്രായേൽ മക്കൾ പിന്നെയും പാപം ചെയ്തു. എന്താണ് അതിന്റെ അർത്ഥം? ഇതിനു മുമ്പ് പലപ്പോഴും അവർ പാപം ചെയ്തിട്ടുണ്ട്, അതിന്റെ ശിക്ഷ ഏറ്റുവാങ്ങിയിട്ടുണ്ട്, അതിനുശേഷം അവർ മാനസാന്തരപ്പെട്ട് യഥാസ്ഥാനപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അങ്ങനെയുള്ള ആ യഥാസ്ഥാനത്തിൽ, ആത്മീയ ഉണർവിൽ അവർ നിലനിന്നില്ല. അവർ പിന്നെയും ആ പഴയ വഴികളിലേക്ക് പോയി. ഇതാണ് ആ മനുഷ്യ പ്രകൃതം എന്ന് ഞാൻ പറഞ്ഞത്. നമ്മൾ സാധാരണ പറയാറുണ്ട് പന്നികളെ കുറിച്ച്, അത് വീണ്ടും വീണ്ടും ചെളിയിലേക്ക് പോകും. മനുഷ്യനും ഒരു അടിസ്ഥാനപരമായ പാപ പ്രകൃതമുള്ളത് കൊണ്ട് അവർ വീണ്ടും വീണ്ടും ആ പഴയ തെറ്റിലേക്ക് പോവുകയാണ്. അവിടെ നാം വായിക്കുന്നത് യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. They did evil in the sight of the Lord എന്നാണ് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് യഹോവയുടെ കൺമുൻപാകെ അവർ ചെയ്തു. അവരൊരു പക്ഷേ പാപം ചെയ്തപ്പോൾ രഹസ്യമായിട്ടായിരിക്കാം ചെയ്തത്. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നു അത് യഹോവയുടെ കൺമുൻപാകെയാണ് ചെയ്തത്. എന്താണ് യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് എന്നുള്ളതിന്റെ അർത്ഥം? അത് പാപം എന്നതിന്റെ ഒരു ഡെഫിനിഷനാണ്. The simplest definition of sin is anything that displeases God എന്നാണ്. ദൈവത്തിന് അനിഷ്ടമായുള്ള ഏതും പാപമാണ് എന്ന് നാം പറയാറുണ്ട്. ഈ ഭാഗത്ത് ഇസ്രായേൽ മക്കളുടെ പാപം എന്ന് പറയുന്നത് ഏക സത്യ ദൈവമായ യഹോവയെ ഉപേക്ഷിച്ച് അന്യ ദേവീ ദേവന്മാരെ സേവിക്കുവാൻ, ആരാധിക്കുവാൻ അവർ പോയി എന്നുള്ളതാണ്. ഒരു പക്ഷേ നമുക്ക് ഇസ്രായേലിന്റെ ചരിത്രം വായിക്കുമ്പോൾ വളരെ അത്ഭുതകരമായിട്ട് തോന്നുന്ന ഒരു വസ്തുത, എന്തിനാണ് ഈ യഹോവയെ ഉപേക്ഷിച്ച് ബാലിന്റെയും അശേരയുടെയും പിന്നാലെയൊക്കെ ഇസ്രായേൽ മക്കൾ പലപ്പോഴും പോയത്?
അതിന്റെ പിന്നിൽ ഒരു ചെറിയ ചരിത്രമുണ്ട്. അക്കാലത്തെ കനാന്യർ വിശ്വസിച്ചിരുന്നത് കനാൻ നാട്ടിലെ കൃഷി അത് ഫലവത്തായി തീരണമെങ്കിൽ, അല്ലെങ്കിൽ നല്ല വിളവുണ്ടാകണമെങ്കിൽ ഈ ബാലിനെയും അശേരയും ഒക്കെ പ്രസാദിപ്പിക്കണം എന്നാണ്. അവരുടെ അന്ധവിശ്വാസം അനുസരിച്ച് കനാൻ നാടിന്റെ ആ ദേശത്തിന്റെ ദേവീ ദേവന്മാരാണ് ബാലും അശേരയും. ബാൽ ദേവനും അശേര ദേവിയുമാണ്. അവരെ പ്രസാദിപ്പിച്ചെങ്കിലേ അവിടുത്തെ കൃഷി നന്നായി വിളയുകയുള്ളൂ. They were the fertility gods. അതുകൊണ്ട് അങ്ങനെ ഒരു അന്ധവിശ്വാസത്തിന്റെ പേരിലാണ് സർവശക്തനായ യഹോവയെ ഉപേക്ഷിച്ച് ദൈവത്തിന്റെ ജനമായ വീണ്ടെടുക്കപ്പെട്ട വിശുദ്ധ ജനം ഈ അന്യ ദേവീ ദേവന്മാരുടെ പിന്നാലെ പോയത്. വളരെ സങ്കടകരമായ ഒരു വസ്തുതയാണ്. ഒരുപക്ഷെ ഇതൊക്കെ വായിക്കുമ്പോൾ നമുക്ക് തോന്നും, നമ്മൾ ആരും ഒരിക്കലും അങ്ങനെ ചെയ്യുന്നവരല്ലല്ലോ, നാം ആരും അന്യവിഗ്രഹങ്ങളെ സേവിക്കുന്നവരല്ല. എന്നാൽ പ്രിയപ്പെട്ടവരെ, നാം ഒരിക്കലും കല്ലും മണ്ണും അല്ലെങ്കിൽ ലോഹവും കൊണ്ടുള്ള വിഗ്രഹങ്ങളെ സേവിക്കുന്നവരല്ലെങ്കിലും യഹോവയേക്കാൾ ഉപരിയായി, നമ്മുടെ ദൈവത്തെക്കാൾ വലുതായി നാം എന്തിനെ കണ്ടാലും, എന്തിന് നമ്മുടെ ജീവിതത്തിൽ പ്രാധാന്യം കൊടുത്താലും അതെല്ലാം അന്യ വിഗ്രഹങ്ങളാണ്, അന്യ ദേവീ ദേവന്മാരാണെന്നുള്ളത് മറന്നു പോകരുത്. അങ്ങനെ അവർ യഹോവയ്ക്ക് അനിഷ്ടമായി ചെയ്തു. എന്താണ് അനന്തരഫലം? യഹോവ അവരെ 7 സംവത്സരം മിദ്യാന്റെ കയ്യിൽ ഏൽപ്പിച്ചു. ആ പദം വളരെ ശ്രദ്ധിക്കണം. ദൈവത്തിന്റെ ജനത്തെ ദൈവത്തിന്റെ ശത്രുക്കളുടെ കയ്യിൽ ഏൽപ്പിച്ചു പോലും. വളരെ ദുഃഖകരമായ ഒരു പ്രസ്താവനയാണ്. എന്നാൽ എന്തുകൊണ്ടാണ് ദൈവം അങ്ങനെ ചെയ്തത്? ദൈവം ഒരിക്കലും മനസ്സോടെ സന്തോഷത്തോടെ അല്ല അത് ചെയ്തത് എന്ന് നമുക്ക് അറിയാം. ദൈവം അതിന് നിർബന്ധിതനായി. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ദൈവത്തിന്റെ ജനം തെറ്റ് ചെയ്യുമ്പോൾ അവർക്ക് ബാലശിക്ഷ കൊടുക്കേണ്ടതും അവരെ മടക്കിക്കൊണ്ട് വരേണ്ടതും ദൈവത്തിന്റെ ഉത്തരവാദിത്വമാണ്. അല്ലെങ്കിൽ ദൈവം നല്ല പിതാവാകയില്ല. അതുകൊണ്ട് മനസ്സോടെ അല്ലെങ്കിലും അവൻ അവരെ ആ മിദ്യാന്യരുടെ കയ്യിൽ ഏൽപ്പിച്ചു. 81 സങ്കീർത്തനം 12 വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, അവർ അവനെ അനുസരിക്കാത്തതുകൊണ്ട് അവരെ ഹൃദയകാഠിന്യത്തിന് അവൻ ഏൽപ്പിച്ചു. വേദപുസ്തകത്തിലെ വളരെ ദുഃഖകരമായ ഒരു പ്രസ്താവനയാണ് ദൈവം ഇങ്ങനെ ഏൽപ്പിച്ചു കൊടുത്തു എന്നുള്ളത്. ഇവിടെ ഇസ്രായേൽ മക്കളെ ദൈവം തന്നെ ഏൽപ്പിക്കുകയാണ്. അതുകൊണ്ട് 2 വാക്യത്തിൽ നാം വായിക്കുന്നു, മിദ്യാൻ ഇസ്രായേലിന്റെ മേൽ ആധിക്യം പ്രാപിച്ചു. ഈ 2 വാക്യങ്ങൾ തമ്മിലുള്ള ബന്ധം നാം മനസ്സിലാക്കണം. ദൈവം ഏൽപ്പിച്ചത് കൊണ്ടാണ് ദൈവത്തിന്റെ ശത്രുക്കളായ, ദൈവജനത്തിന്റെ ശത്രുക്കളായ മിദ്യാന്യർക്ക് ഇസ്രായേലിന്റെ മേൽ ആധിക്യം പ്രാപിക്കുവാൻ സാധിച്ചത്. ഇവിടെ നിന്നൊരു ആത്മീയ സത്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഏതു കാലത്തും ദൈവജനത്തിന്റെ മേൽ ദൈവജനത്തിന്റെ ശത്രുക്കൾ ആധിക്യം പ്രാപിക്കണമെങ്കിൽ ദൈവം അത് അനുവദിക്കണം. ദൈവം അറിയാതെയും അനുവദിക്കാതെയും ഒരിക്കലും ദൈവജനത്തിന്റെ ശത്രുക്കൾ ദൈവജനത്തിന്റെ മേൽ ആധിക്യം പ്രാപിക്കുകയില്ല. ചില സന്ദർഭങ്ങളിൽ നമ്മുടെ വിശ്വാസത്തിന്റെ പരിശോധന എന്ന നിലയിൽ ദൈവം അത് അനുവദിച്ചു എന്ന് വരാം. എന്നാൽ ഇവിടെ ഇസ്രായേലിന്റെ ചരിത്രത്തിൽ അവരുടെ പാപത്തിന്റെ ശിക്ഷ എന്ന നിലയിലാണ് ദൈവം അങ്ങനെ ഏൽപ്പിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതിനെയാണ് ദൈവത്തിന്റെ പെർമിസീവ് വിൽ എന്ന് പറയുന്നത്, അനുവദനീയ ദൈവഹിതം. ഇസ്രായേൽ മക്കൾ ദൈവത്തിന്റെ പെർഫെക്റ്റ് വിൽ അനുസരിച്ച് ഇങ്ങനെ ജീവിക്കണമെന്നല്ല ദൈവം ആഗ്രഹിച്ചത്. പക്ഷേ അവർ പാപം ചെയ്തത് കൊണ്ട് ആ പെർമിസീവ് വില്ലിൽ ദൈവം അവരെ ഏൽപ്പിച്ചു എന്ന് നാം വായിക്കുന്നു. ഇനിയുള്ള വാക്യങ്ങളെല്ലാം ഞാൻ വായിക്കുന്നില്ല. അതിന്റെ 2, 3, 4 വാക്യങ്ങൾ വായിക്കുമ്പോൾ അതിന്റെ ചുരുക്കം ഞാൻ അങ്ങ് പറയാം. അവിടെ നാം കാണുന്നത്, ഇസ്രായേൽ മക്കൾ മിദ്യാന്റെ അടിമകളായി കഴിഞ്ഞിരുന്ന കാലത്ത് ഇസ്രായേൽ മക്കൾ കൃഷി ചെയ്യും, അവർ വിളവ് ഇറക്കും. പക്ഷേ ആ വിളവ് അത് കൊയ്യുവാൻ തക്കവണ്ണം, അത് വളർന്നു വരുവാനോ അല്ലെങ്കിൽ അതിന് ഫലം ഉണ്ടാകുവാനോ ഈ ശത്രുക്കൾ ഒരിക്കലും അനുവദിച്ചിരുന്നില്ല. നാം 4 വാക്യത്തിൽ വായിക്കുന്നു, അവർ നാട്ടിലെ വിള നശിപ്പിക്കും. ഇസ്രായേൽ മക്കൾ കൃഷി ഇറക്കും, അല്പം കഴിയുമ്പോൾ ഈ ശത്രുക്കൾ വന്ന് ഈ വിളവെല്ലാം നശിപ്പിക്കും. ഒരുപക്ഷെ ഇത് വായിക്കുമ്പോൾ നമുക്ക് തോന്നും, എന്തിനാണ് അവർ ഇങ്ങനെ ചെയ്യുന്നത്? വിളവ് കൃഷി ഇറക്കി അതിന്റെ കൊയ്ത്തുകാലത്ത് കടന്നു വന്ന് അത് കൊയ്തുകൊണ്ട് പോയാൽ മനസ്സിലാക്കാം. എന്നാൽ ഇത് കൊയ്യുവാൻ വേണ്ടി ആ സമയം ആകുന്നതിന് മുമ്പ് തന്നെ ആ വിളവെല്ലാം നശിപ്പിക്കും. എന്തിനാണ് അവർ അത് ചെയ്തത്? അതിന്റെ ഉത്തരം നമുക്കറിയാം. ഇസ്രായേൽ മക്കളെ പട്ടിണിക്ക് ഇടുക.
ഇസ്രായേൽ മക്കളെ പട്ടിണിക്കിടുന്നത് എന്തിനു വേണ്ടിയാണ്? അവർ പട്ടിണി കിടക്കുമ്പോൾ അവരുടെ ശാരീരിക ആരോഗ്യം നഷ്ടപ്പെടും. അങ്ങനെ ആരോഗ്യം നഷ്ടപ്പെട്ടാൽ എന്താണ് സംഭവിക്കുന്നത്? അവർക്കൊരിക്കലും അവരുടെ ശത്രുക്കളായ ഈ മിദ്യാന്യർക്കെതിരെ യുദ്ധം ചെയ്യാൻ കഴിയുകയില്ല. അവരെന്നും മിദ്യാന്യരുടെ അടിമകളായിട്ട് കഴിയും. നോക്കുക ശത്രുവിന്റെ തന്ത്രം. പ്രിയപ്പെട്ടവരെ, ഇത് ഇവിടെ നിന്നൊരു ആത്മീയ സത്യം ഞാൻ പറയട്ടെ. അന്നും ഇന്നും സാത്താൻ ഈ തന്ത്രം തന്നെയാണ് ദൈവജനത്തിന് എതിരെ പ്രയോഗിക്കുന്നത്. 2 കൊരിന്ത്യർ 2:11 പിൽക്കാലത്ത് പൗലോസ് എഴുതി, സാത്താന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലല്ലോ. സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്, അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലല്ലോ. അപ്പോൾ സാത്താൻ എപ്പോഴും തന്ത്രങ്ങൾ ഉപയോഗിച്ചാണ് ദൈവജനത്തെ പരാജയപ്പെടുത്തുന്നത്. ഇന്ന് എങ്ങനെയാണ് ഈ തന്ത്രം ഉപയോഗിക്കുന്നത്? ഇന്ന് സാത്താൻ ചെയ്യുന്നത്, ദൈവജനം ദൈവവചനം കേൾക്കുവാൻ വല്ല നിവൃത്തിയും ഉണ്ടെങ്കിൽ സാത്താൻ അനുവദിക്കുകയില്ല. ഇനിയും വചനം കേട്ടാലോ അത് ഗ്രഹിക്കുവാൻ അനുവദിക്കുകയില്ല. അഥവാ ഗ്രഹിച്ചാലോ അത് അനുസരിക്കുവാനും അനുവദിക്കുകയില്ല. ഇത് സാത്താന്റെ ഏത് കാലത്തുമുള്ള തന്ത്രമാണെന്ന് വിശ്വാസികളായ നാം അറിയണം. അത് മറന്നു പോകരുത്. വാസ്തവത്തിൽ കർത്താവായ യേശുക്രിസ്തു പഠിപ്പിച്ച ആ വിതയ്ക്കുന്നവന്റെ ഉപമയിൽ ഈ സത്യം കർത്താവ് സൂചിപ്പിക്കുന്നുണ്ട്. വിതയ്ക്കുന്നവൻ വിതയ്ക്കുവാൻ പുറപ്പെട്ടു, അപ്പോൾ ചിലത് വഴിയരികെ വീണു, പറവകൾ വന്നത് തിന്നുകളഞ്ഞു എന്ന് മത്തായി 13:4 നാം വായിക്കുന്നു. എന്താണ് അതിന്റെ വ്യാഖ്യാനം? അതിന്റെ 19-ാം വാക്യത്തിൽ കർത്താവ് തന്നെ അതിന്റെ വ്യാഖ്യാനം നൽകുന്നുണ്ട്. കർത്താവ് പറയുന്നു, ഒരുത്തൻ രാജ്യത്തിന്റെ വചനം കേട്ടിട്ട് ഗ്രഹിക്കാഞ്ഞാൽ ദുഷ്ടൻ വന്ന് അവന്റെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ടത് എടുത്തു കളയും. ശ്രദ്ധിക്കുക, വചനം കേട്ടു, പക്ഷെ അത് ഗ്രഹിക്കുകയോ അനുസരിക്കുകയോ ചെയ്തില്ലെങ്കിൽ ദുഷ്ടൻ പെട്ടെന്ന് വന്ന വചനം എടുത്തു കളയും. ഇത് വലിയ ഒരു അപകട ഭീഷണിയാണ് എന്ന് നാം മറന്നു പോകരുത്. അന്നും ഇന്നും ദൈവജനം ദൈവവചനം കേൾക്കുമ്പോൾ സാത്താൻ അവിടെ സന്നിഹിതനായിട്ടുണ്ട് എന്ന് നാം മറന്നു പോകരുത്. ആരെയും ഭയപ്പെടുത്തുവാൻ പറയുന്നതല്ല. സാത്താന്റെ ജോലി എന്താണ്? വചനം കേൾക്കുന്ന നാം അത് ശരിയായി ഗ്രഹിക്കരുത്. ഗ്രഹിക്കുന്നതിന് മുമ്പ് തന്നെ അവൻ പലപ്പോഴും വന്ന് അത് എടുത്തു കളയും. ഇത് തന്നെയാണ് മിദ്യാൻ ചെയ്തത്. ഇസ്രായേൽ മക്കളെ പട്ടിണിക്കിട്ടു. ഇന്ന് സാത്താൻ ചെയ്യുന്നത് എന്താണ്? ദൈവജനത്തെ ആത്മീയമായി പട്ടിണിക്ക് ഇടുക. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ഞാൻ ചില വാക്യങ്ങൾ വിട്ടിട്ട് 6-ാം വാക്യത്തിലേക്ക് വരട്ടെ. അതിന്റെ അനന്തരഫലം, അവർ ഇസ്രായേൽ ഏറ്റവും ക്ഷയിച്ചു. ദിസ് ഈസ് ദി അൾട്ടിമേറ്റ് കോൺസിക്വൻസ് ഓഫ് കമ്മിറ്റിംഗ് സിൻസ്. ദൈവജനം പാപം ചെയ്യുന്നതിന്റെ അല്ലെങ്കിൽ ദൈവത്തെ ഉപേക്ഷിച്ചു പോകുന്നതിന്റെ ആത്യന്തിക അനന്തര ഫലമാണ് ഇവിടെ നാം വായിച്ചു കേട്ടത്. ഇസ്രായേൽ മക്കൾ ഏറ്റവും ക്ഷയിച്ചു. പ്രിയപ്പെട്ടവരെ, പാപം ഒരിക്കലും അഭിവൃദ്ധി കൊണ്ടുവരികയില്ല. പാപം എപ്പോഴും ക്ഷയമാണ് കൊണ്ടുവരുന്നത്. ഒരു ആത്മീയ അർത്ഥത്തിലാണ് ഞാൻ പ്രധാനമായി അത് പറയുന്നത്. പാപം എപ്പോഴും ആത്മീയമായ അധപ്പതനം കൊണ്ടുവരും. ചിലപ്പോഴൊക്കെ ശാരീരികമായ ക്ഷയവും കൊണ്ടുവരും. ഇവിടെ അതാണ് നാം കാണുന്നത്. ഇസ്രായേൽ മക്കൾ പാപം ചെയ്തതിന്റെ ഫലമായി ആദ്യം റിബല്യൻ, 2 റിട്രിബ്യൂഷൻ. ദൈവം അവരെ ശിക്ഷിച്ചു. അങ്ങനെ അവർ ഏറ്റവും ക്ഷയിച്ചു എന്ന് നാം വായിക്കുന്നു. എന്നാൽ അതിന്റെ അവസാന ഭാഗം വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. ഇസ്രായേൽ മക്കൾ അങ്ങനെ ക്ഷയിച്ചപ്പോൾ അവർ എന്താണ് ചെയ്തത്? അവർ യഹോവയോട് നിലവിളിച്ചു. ഇസ്രായേലിന്റെ ചരിത്രം പഠിക്കുമ്പോൾ എനിക്ക് ഇസ്രായേൽ മക്കളെ കുറിച്ച് ഏറ്റവും ഒരു നല്ല കാര്യമായി തോന്നിയിട്ടുള്ളത് ഇതാണ്. അവർക്ക് എന്തെല്ലാം കുറവുകൾ ഉണ്ടായിരുന്നുവെങ്കിലും അവർ ജീവിതത്തിൽ അവർ പരാജയപ്പെടുമ്പോൾ, അവർ അധോഗതി പ്രാപിക്കുമ്പോൾ, വലിയ അധപ്പതനം അനുഭവിക്കുമ്പോൾ അവർ ബാലിന്റെ പിന്നാലെ പോകുകയില്ല. പിന്നെയോ അവർ യഹോവയോട് മാത്രമേ നിലവിളിക്കുകയുള്ളൂ. ദൈവത്തിന് സ്തോത്രം. അതൊരു നല്ല ഗുണവിശേഷമാണ്. ഒരു പക്ഷേ പ്രശ്നങ്ങളില്ലാത്തപ്പോൾ സമൃദ്ധിയുടെ കാലത്തൊക്കെ ബാലിന്റെയും അശേരയുടെയും പിന്നാലെ പോകുന്ന ഈ ദൈവജനം അവർ അധോഗതി പ്രാപിക്കുമ്പോൾ അവർക്കറിയാം ആ സമയത്ത് അവരെ രക്ഷിക്കുവാൻ ഈ അന്യ ദേവന്മാർക്ക് കഴിയുകയില്ല. അതിനു പകരം അവർ യഹോവയിലേക്ക് തന്നെ മടങ്ങി വരും. അവർ യഹോവയിലേക്ക് മടങ്ങി വന്നു. പിൽക്കാലത്ത് ദാവീദ് എഴുതി, കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്ക, ഞാൻ നിന്നെ വിടുവിക്കുകയും നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. സങ്കീർത്തനം 50:15. ആ പ്രമാണം
അവർ നേരത്തെ തന്നെ മനസ്സിലാക്കിയിരുന്നു. കഷ്ടകാലത്ത് അവർ യഹോവയോട് നിലവിളിച്ച് അവർ നല്ല കാര്യമാണ് 6-ാം വാക്യത്തിന്റെ അവസാന ഭാഗത്ത് നാം വായിക്കുന്നത്. 7-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അത് എടുത്തെങ്കിൽ ഒന്ന് വായിക്കാം. 7-ാം വാക്യം ഒന്ന് വായിക്കാം. 7-8 ഇസ്രായേൽ മക്കൾ മിദ്യാനരുടെ നിമിത്തം യഹോവയോട് നിലവിളിച്ചപ്പോൾ യഹോവ ഒരു പ്രവാചകനെ ഇസ്രായേൽ മക്കളുടെ അടുക്കൽ അയച്ചു. അവൻ അവരോട് പറഞ്ഞത്, ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ നിങ്ങളെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ചു, അടിമ വീട്ടിൽ നിന്ന് നിങ്ങളെ കൊണ്ടുവന്നു. തൽക്കാലം അത്രയും മതി. നമുക്ക് താഴോട്ട് വായിക്കേണ്ടതാണ്. നിങ്ങൾ സ്വന്തമായിട്ട് വായിച്ചാൽ മതി. എന്താണ് സംഭവിച്ചത്? ഇസ്രായേൽ മക്കൾ അവർ ഗതികെട്ടപ്പോൾ യഹോവയോട് നിലവിളിച്ചു. എന്നാൽ ഓർക്കണം, 1-ാം വാക്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് 7 സംവത്സരം അവർ മിദ്യാന്റെ അടിമത്തത്തിൽ കഴിഞ്ഞു എന്നാണ്. ആ 7 സംവത്സരം കഴിഞ്ഞപ്പോഴാണ് അവർ യഹോവയോട് നിലവിളിച്ചത്. വേറെ യാതൊരു നിർവാഹവും ഇല്ലാതെ വന്നപ്പോൾ ലാസ്റ്റ് റിസോർട്ട് എന്ന നിലയിലാണ് അവർ യഹോവയോട് നിലവിളിച്ചത്. എന്നാൽ നമ്മുടെ ദൈവം എത്രയോ നല്ല ദൈവമാണ്. അങ്ങനെ നിലവിളിച്ചപ്പോൾ ദൈവം എന്താണ് ചെയ്തത്? ഗോഡ് റെസ്പോണ്ടഡ് ഇമ്മീഡിയറ്റ്ലി. ദൈവം ഉടൻ തന്നെ പ്രതികരിച്ചു. ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്, ദൈവത്തിന്റെ സ്ഥാനത്ത് നാം ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഇസ്രായേൽ മക്കളോട് എന്ത് പറയുമായിരുന്നു? ഏതായാലും കഴിഞ്ഞ 7 സംവത്സരങ്ങളായി നിങ്ങൾ ഈ അടിമത്തം അനുഭവിക്കാൻ കഷ്ടപ്പെടുകയാണ്. ഇപ്പോഴാണല്ലോ എന്നോട് നിലവിളിക്കുവാൻ നിങ്ങൾക്ക് തോന്നിയത്. ഏതായാലും നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക. ഒരു 7 വർഷങ്ങൾ കൂടെ കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരാം. ഒരുപക്ഷെ നാം ദൈവത്തിന്റെ സ്ഥാനത്തായിരുന്നെങ്കിൽ അങ്ങനെ മാത്രമേ പറയുകയുള്ളൂ. എന്നാൽ ദൈവത്തിന് സ്തോത്രം, നമ്മുടെ ദൈവം എത്രയോ നല്ല ദൈവമാണ്. യഹോവ കരുണയും കൃപയും ഉള്ളവൻ, ദീർഘക്ഷമയും മഹാദയമുള്ളവൻ എന്നൊക്കെ നാം സങ്കീർത്തനങ്ങളിൽ വായിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇസ്രായേൽ മക്കൾ ദൈവത്തെ ഉപേക്ഷിച്ചു പോയെങ്കിലും ദൈവ സന്നിധിയിലേക്ക് ഉടനെ മടങ്ങി വന്നില്ലെങ്കിലും അവർ നിലവിളിച്ച ഉടൻ തന്നെ ദൈവം അവരുടെ പ്രാർത്ഥന കേൾക്കുകയും ഒരു പ്രവാചകനെ അവരുടെ അടുക്കിലേക്ക് അയക്കുകയും ചെയ്തു. പ്രവാചകൻ വന്ന് സംസാരിച്ച കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അതിന്റെ ചുരുക്കം ഇതാണ്: ദൈവം പ്രവാചകനിൽ കൂടെ പറഞ്ഞു, ഞാൻ മിസ്രയീമിലെ അടിമത്തത്തിൽ നിന്ന് നിങ്ങളെ അത്ഭുതകരമായി വിടുവിച്ചുകൊണ്ട് പാലും തേനും ഒഴുകുന്ന കനാൻ ദേശത്തേക്ക് കൊണ്ടുവന്നു. ദേശം നിങ്ങൾക്ക് തന്നു. എന്നാൽ എന്നെ മാത്രമേ ആരാധിക്കാവൂ, എന്നെ മാത്രമേ സേവിക്കാവൂ എന്ന് ഞാൻ കൽപ്പിച്ചു. എന്നാൽ നിങ്ങൾ അതെല്ലാം ഉപേക്ഷിച്ച് അമോര്യരുടെ ദേവന്മാരെ ഭജിക്കരുതെന്ന് പറഞ്ഞു. എന്നാൽ അമോര്യരുടെ ദേവന്മാരെ ഭജിച്ചു. 10-ാം വാക്യമാണ് ഞാൻ ഉച്ചരിക്കുന്നത്. 10-ാം വാക്യം ഒന്നുകൂടെ വായിക്കാം. 10-ാം വാക്യം വായിക്കാം. യഹോവയായ ഞാൻ നിങ്ങളുടെ ദൈവമാകുന്നു എന്നും നിങ്ങൾ പാർക്കുന്ന ദേശത്തുള്ള അമോര്യരുടെ ദേവന്മാരെ ഭജിക്കരുത് എന്ന് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചു. നിങ്ങളോ എന്റെ വാക്ക് കേട്ടില്ല. വളരെ വ്യക്തമായ ഒരു ദൈവിക സന്ദേശം. എന്താണ് പ്രവാചകനിൽ കൂടെ ദൈവം പറഞ്ഞത്? ഞാൻ നിങ്ങളോട് അനേക കാര്യങ്ങൾ കൽപ്പിച്ചു. ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന നമുക്കറിയാമല്ലോ. 10 കൽപ്പനകളിലെ 1-ാമത്തെ കൽപ്പന, ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിങ്ങൾക്കുണ്ടാകരുത്. ആ കൽപ്പന തന്നെയാണ് ഇവർ ആദ്യം ലംഘിച്ചത്. അമോര്യർ എന്ന് പറയുന്നത് കനാന്റെ മക്കളാണ്. കനാന്യർ എന്നുള്ളതിന്റെ പര്യായ പദമാണ് അമോര്യർ. അങ്ങനെ അമോര്യരുടെ ദേവന്മാരെ ഭജിക്കരുതെന്ന് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചു, നിങ്ങളോ എന്റെ വാക്ക് കേട്ടില്ല. എ വെരി ഗുഡ് ഡയഗ്നോസിസ്. വളരെ നല്ലൊരു രോഗനിർണയം പ്രവാചകൻ നടത്തിയിരിക്കുകയാണ്. എന്താണ് പ്രശ്നം? എന്തുകൊണ്ടാണ് ഇപ്പോൾ അവർ മിദ്യാന്യരാൽ കഷ്ടപ്പെടുന്നത്? എന്തുകൊണ്ടാണ് അവർ ഇങ്ങനെ ക്ഷയിച്ചു പോകുന്നത്? എന്തുകൊണ്ടാണ് പട്ടിണി അനുഭവിക്കുന്നത്? അതിന്റെ എല്ലാം കാരണം അവരെ വിടുവിച്ച മിസ്രയീമിൽ നിന്ന് കനാൻ നാട്ടിലേക്ക് കൊണ്ടുവന്ന യഹോവയുടെ വാക്ക് അവർ അനുസരിച്ചില്ല. ശരി, ഇതാണ് രോഗം എങ്കിൽ എന്താണ് ഇതിനുള്ള പരിഹാരം? പരിഹാരം അവിടെ എഴുതിയിട്ടില്ല എങ്കിലും അത് വളരെ ലളിതമാണ്. നമ്മുടെ കോമൺ സെൻസ് ഉപയോഗിച്ച് നാം ചിന്തിച്ചാൽ നമുക്കറിയാം അതിന്റെ പരിഹാരം ഒന്ന് മാത്രമേ ഉള്ളൂ: അവർ യഹോവയെ അനുസരിക്കണം. അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലത് എന്ന് 1 ശമൂവേൽ 15:22 നാം വായിക്കുന്നു. അനുസരണമല്ലാതെ വേറെ ഒരു പോം വഴിയുമില്ല. ഈ പ്രശ്നം മാറുന്നതിന് ദൈവത്തെ അനുസരിക്കാതെ, പാപങ്ങൾ തിരുത്താതെ, മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരാതെ ഉപവസിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും പ്രയോജനവും ഇല്ല. അവരുടെ തെറ്റവർ തിരുത്തണം, അനുസരിക്കണം. അതാണ് ദൈവം അവരോട് ആവശ്യപ്പെടുന്നത്. എന്നാൽ എന്താണ് സംഭവിച്ചത്? അവിടെ ദൈവജനം നിശബ്ദത പാലിക്കുകയാണ്. ഒരു പ്രതികരണവുമില്ല.
അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ദൈവം അവരെ ഉപേക്ഷിച്ചു കളഞ്ഞു? ഇല്ല. ഇനി 11 വാക്യത്തിലേക്ക് വരുമ്പോൾ അതിനുശേഷമാണ് നാം ഗിദെയോനെ കാണുന്നത്. അതിന്റെ 11, 12 വാക്യങ്ങളൂടെ വായിച്ച് ഇന്നത്തെ പഠനം പൂർത്തീകരിക്കാം എന്ന് ഞാൻ കരുതുന്നു. 11 വാക്യം വായിക്കാം. അനന്തരം യഹോവയുടെ ഒരു ദൂതൻ വന്ന് ഒഫ്രിയിൽ അബിയേസനായ യോശാവിന്റെ കരുവേലകത്തിന് കീഴെ ഇരുന്നു. അവന്റെ മകനായ ഗിദെയോൻ കോതമ്പ് മിദ്യാനരുടെ കയ്യിൽ പെടാതിരിക്കേണ്ടതിന് മുന്തിരിച്ചക്കിനരികെ വെച്ച് മെതിക്കുകയായിരുന്നു. യഹോവയുടെ ദൂതൻ അത്രയും മതി തൽക്കാലം. ഞാൻ 11 വാക്യം ഒന്ന് പെട്ടെന്ന് പറഞ്ഞുകൊള്ളട്ടെ. ദൈവം തന്റെ പ്രവാചകനെ ആദ്യം അയച്ചു. അവർ ശരിയായ നിലയിൽ പ്രതികരിച്ചില്ല. എന്നാൽ അതുകൊണ്ട് ദൈവം തന്റെ ജനത്തെ ഉപേക്ഷിച്ച് കളഞ്ഞില്ല. അത് ദൈവത്തിന്റെ കരുണയാണ്. ദൈവം എന്ത് ചെയ്തു? മലയാളം ബൈബിളിൽ നാം വായിക്കുന്നത്, അനന്തരം യഹോവയുടെ ഒരു ദൂതൻ വന്ന് ഒഫ്രയിൽ അബിയേസ്വനായ യോവാശിന്റെ കരുവേലകത്തിന് കീഴെ ഇരുന്നു. എന്നാൽ ഇംഗ്ലീഷിൽ നോക്കിയാൽ ദി ഏഞ്ചൽ ഓഫ് ദി ലോർഡ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. എ ക്യാപിറ്റൽ ലെറ്റർ ആണ്. ദി ഏഞ്ചൽ ഓഫ് ദി ലോർഡ്. ഇത് കേവലം ഒരു ദൂതൻ അല്ല, പിന്നെയോ ഇത് പഴയ നിയമകാലത്തെ ദൈവ പ്രത്യക്ഷത തന്നെയാണ്. ദൈവ പ്രത്യക്ഷതയാണ്. ഞാൻ ചുരുക്കി അങ്ങ് പറയാം. ഇവിടെ പറയുന്നത് കേവലം ഒരു ദൂതൻ അല്ല എന്ന് എങ്ങനെ അറിയാമെന്ന് ചോദിച്ചാൽ 14 വാക്യത്തിൽ നാം വായിക്കുന്നു, then the Lord turned to him and said, യഹോവ അവനോട് പറഞ്ഞത്. 11 വാക്യത്തിൽ യഹോവയുടെ ദൂതൻ എന്ന് പറഞ്ഞിട്ട് 14 വാക്യത്തിൽ നാം വായിക്കുന്നത് അവിടെ ദൂതൻ എന്നല്ല, യഹോവ അവനോട്. അപ്പോൾ ആരാണ് ഈ ദൂതൻ? സാക്ഷാൽ യഹോവ തന്നെയാണ്. അല്പം കൂടെ വിശദീകരിച്ചാൽ, പഴയ നിയമകാലത്ത് ആരൊക്കെ ദൈവത്തെ കണ്ടിട്ടുണ്ടോ അവരൊക്കെ കണ്ടത് പിതാവായ ദൈവത്തെ അല്ല, പിന്നെയോ പിതാവിനെ വെളിപ്പെടുത്തിയ പുത്രനെയാണ്, നമ്മുടെ കർത്താവിനെ തന്നെയാണ്. എങ്ങനെ അറിയാം എന്ന് ചോദിച്ചാൽ, കർത്താവായ യേശുക്രിസ്തു തന്നെ യോഹന്നാൻ 1:18 പറഞ്ഞു, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, പിതാവിന്റെ മടിയിൽ ഇരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. അല്ലെങ്കിൽ ഇംഗ്ലീഷ് നോക്കിയാൽ ഏകജാതനായ ദൈവം അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ പഴയ നിയമകാലത്തും ദൈവത്തെ കണ്ടവരൊക്കെ പുത്രനെയാണ് കണ്ടത്. മാത്രമല്ല, കർത്താവായ യേശുക്രിസ്തു ജഡം ധരിച്ച് മനുഷ്യാവതാരം ചെയ്തതിനു ശേഷം ഒരിക്കൽ പോലും ദി ഏഞ്ചൽ ഓഫ് ദ ലോർഡ് മനുഷ്യർക്ക് പ്രത്യക്ഷനായിട്ടുമില്ല. അതുകൊണ്ട് ഇവിടെ പറയുന്ന ആ ദൂതൻ കേവലം ഒരു ദൂതനല്ല, വാസ്തവത്തിൽ ദൈവം തന്നെ മനുഷ്യനായി ഇവിടെ ഇസ്രായേൽ മക്കളെ തേടി വരികയാണ്. അല്ലെങ്കിൽ ഒരു വ്യക്തിയെ മാത്രം തേടി വരുന്നു. പൊതുവായിട്ട് പ്രവാചകനെ ഉപയോഗിച്ച് ഒരു സന്ദേശം കൊടുത്തു, ജനം പ്രതികരിച്ചില്ല, ആരും ആ സന്ദേശം ഏറ്റെടുത്തില്ല. അപ്പോൾ ദൈവം താൻ തന്നെ നേരിട്ട് ഒരു വ്യക്തിയെ തേടി വരുന്ന ചിത്രമാണ് 11 വാക്യത്തിൽ നാം കാണുന്നത്. അവിടെ ഗിദെയോൻ എന്താണ് ചെയ്യുന്നത്? കോതമ്പ് മിദ്യാന്റെ കയ്യിൽ പെടാതിരിക്കേണ്ടതിന് മുന്തിരിച്ചക്കനരികെ വെച്ച് മെതിക്കുകയായിരുന്നു. യോവാശിന്റെ മകനാണ് ഗിദെയോൻ. ഗിദെയോൻ എന്താണ് ചെയ്യുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ കൊയ്ത്തുകാലത്ത് കോതമ്പ് അത് മെതിക്കുന്ന പരസ്യമായ മെതിക്കളങ്ങൾ, ത്രഷിംഗ് ഫ്ലോർസ് ഉണ്ട്. എന്നാൽ അവിടെ വെച്ച് ചെയ്തു കഴിഞ്ഞാൽ ശത്രുക്കൾ കടന്നു വരികയും അവരെ ആക്രമിക്കുകയും അല്ലെങ്കിൽ ആ വിളവിന്റെ ഫലം കൊണ്ടുപോവുകയും ചെയ്യും. അതുകൊണ്ട് ഇത് രഹസ്യമായി, മുന്തിരിക്കൊയ്ത്തിന്റെ കാലമല്ല ഇത്, ആ സമയത്ത് വളരെ രഹസ്യമായി, ഒരു വശത്ത് ഭയമുണ്ട് എങ്കിലും അല്പം ബുദ്ധിയായിട്ട് ഗിദെയോൻ ഇവിടെ മുന്തിരിച്ചക്കനരികെ വെച്ച് കോതമ്പ് മെതിക്കുകയാണ്. 12 വാക്യത്തിൽ നാം വായിക്കുന്നു. 12 വാക്യം, യഹോവയുടെ ദൂതൻ അവന് പ്രത്യക്ഷനായി, അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്നോട് കൂടെ ഉണ്ട് എന്ന് അവനോട് പറഞ്ഞു. തൽക്കാലം അത്രയും മതി. വളരെ അധികം കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള പറ്റിയ വാക്യമാണ് 6:12. ഓ മൈറ്റി മാൻ ഓഫ് വാലർ, യു മൈറ്റി വാരിയർ എന്നൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ശക്തനായ യോദ്ധാവേ. ആരാണ് വിളിക്കുന്നത്? യഹോവയുടെ ദൂതൻ. യഹോവ വിളിക്കുകയാണ്. ആരെയാണ് വിളിക്കുന്നത്? ഭീരുവായ ഗിദെയോനെ. ഞാൻ ചിന്തിക്കുന്നത്, ഈ വിളി കേട്ടപ്പോൾ ഗിദെയോൻ ഇടത്തോട്ടും വലത്തോട്ടും ഒക്കെ നോക്കി കാണും, വേറെ ആരെങ്കിലും അവിടെ ഉണ്ടോ എന്ന് ചിന്തിച്ച്. നാം ഇങ്ങനെ ചിന്തിക്കുക, ഒരു ദിവസം നാം നമ്മുടെ വീടിന്റെ വാതിൽക്കൽ നിൽക്കുമ്പോൾ ഗേറ്റിനടുക്കൽ വന്ന് ഒരു മനുഷ്യൻ, ഒരു അപരിചിതൻ, ഹേ പട്ടാളക്കാര എന്ന് നമ്മെ നോക്കി വിളിച്ചാൽ നമുക്ക് എന്ത് തോന്നും? നമുക്ക് തോന്നും അബദ്ധം പറ്റി വിളിക്കുകയാണ്. നമ്മൾ പറയും,
ഇവിടെ പട്ടാളക്കാരുമില്ല, അടുത്ത വീട്ടിൽ കാണും. എന്നിട്ട് അതുപോലെ ഗിദെയോൻ പരിഭ്രമിച്ച ഒരു സംഭവമാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അല്ലയോ പരാക്രമശാലി. വാസ്തവത്തിൽ ഗിദെയോന്റെ ചരിത്രം നാം തുടർന്ന് വായിക്കുമ്പോൾ ഈ ഗിദെയോനെ അഭിസംബോധന ചെയ്യുവാൻ ഒട്ടും അനുയോജ്യമല്ലാത്തൊരു പേരാണ് യു മൈറ്റി വാരിയർ, നീ പരാക്രമശാലി എന്നുള്ളത്. എന്നാൽ ദൈവം ഗിദെയോനെ പരാക്രമശാലി എന്ന് വിളിച്ചു. എന്താണ് അതിന്റെ കാരണം? ഇവിടെ ഒരു വലിയ സത്യം നാം മനസ്സിലാക്കുക. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും മനുഷ്യരായ നാം മറ്റുള്ളവരെ ഇവാലുവേറ്റ് ചെയ്യുന്നത്, വിലയിരുത്തുന്നത് എങ്ങനെയാണ്? അവരുടെ പഴയകാല ചരിത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ്, അല്ലെ? ചിലപ്പോൾ നാം പറയാറില്ലേ, എന്തൊക്കെ പറഞ്ഞാലും അവൻ പണ്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ പണ്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എന്താണ് അതിന്റെ അർത്ഥം? നാം ആളുകളെ വിലയിരുത്തുന്നത് പഴയകാല ചരിത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഇന്നത്തേത് അംഗീകരിച്ചു കൊടുക്കുവാൻ നാം പലപ്പോഴും തയ്യാറല്ല. ശരി, ഇനി നാം നമ്മെ തന്നെ വിലയിരുത്തുന്നത് എങ്ങനെയാണ്? നാം ഇന്നിന്റെ അടിസ്ഥാനത്തിലാണ്. We often evaluate or assess people based on their past experiences, based on their past, and we evaluate ourselves based on the present. നാം നമ്മെ തന്നെ വിലയിരുത്തുന്നത് ഇന്നിന്റെ അടിസ്ഥാനത്തിലാണ്. നാം പറയും പണ്ട് അങ്ങനെയൊക്കെ നടന്നിട്ടുണ്ട്, പക്ഷേ ഇന്ന് കാര്യങ്ങൾക്ക് മാറ്റം വന്നു, ഇന്ന് ഞാനൊരു പുതിയ മനുഷ്യനാണ്. ശരി, ഇനി ദൈവം എങ്ങനെയാണ് ആളുകളെ വിലയിരുത്തുന്നത് എന്നറിയാമോ? It is neither based on our past nor based on our present, but it is based on the future possibilities. ദൈവം നമ്മെ വിലയിരുത്തുന്നത് നമ്മുടെ കഴിഞ്ഞകാല അനുഭവങ്ങളുടെ ചരിത്രത്തിന്റെ അടിസ്ഥാനത്തിലോ ഇന്നിന്റെ അടിസ്ഥാനത്തിലോ അല്ല, പിന്നെയോ ഭാവിയിലെ സാധ്യതകളുടെ അടിസ്ഥാനത്തിലാണ്. ദൈവത്തിന് സ്തോത്രം. എന്ന് പറഞ്ഞാൽ ദൈവം ഒരു മനുഷ്യനെ തന്റെ ആത്മാവിനാൽ നിറച്ചു കഴിയുമ്പോൾ ആ മനുഷ്യനെയും കൊണ്ട് ദൈവത്തിന് എന്തെല്ലാം സാധിക്കാൻ കഴിയുമോ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരുവനെ വിലയിരുത്തുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഈ ഭീരുവായ കർഷകനായ ഗിദെയോനെ, പരാക്രമശാലിയെ, ധീരനായ യോദ്ധാവെ എന്ന് ദൈവം വിളിക്കുന്നത്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, കർത്താവിന്റെ അടുക്കൽ വന്ന ചിലരുടെയൊക്കെ പേര് താൻ മാറ്റിയിട്ടുണ്ട്. ശിമോന് പേര് മാറ്റിക്കൊടുത്തു, പത്രോസ് അല്ലെങ്കിൽ കേഫാവ്. സീഫാസ് എന്ന് പറഞ്ഞാൽ സ്റ്റോൺ, പാറ അല്ലെങ്കിൽ പാറക്കഷ്ണം എന്നാണ് അർത്ഥം. പത്രോസിന്റെ അല്ലെങ്കിൽ ശീമോന്റെ ആദിമ സ്വഭാവം നമുക്ക് നല്ലതുപോലെ അറിയാം. എടുത്തുചാട്ടക്കാരനാണ്, ഒരു സ്ഥിരതയുമില്ല. 3 മണിക്കൂറിനകം നമ്മുടെ കർത്താവിനെ 3 വട്ടം തള്ളിപ്പറഞ്ഞ ശീമോൻ. എന്നാൽ അവനെ കേഫാവാക്കി, സ്ഥിരതയുള്ളവനാക്കി, പാറ പോലെയുള്ളവനാക്കി കർത്താവ് മാറ്റി. ആ ഭാവി സാധ്യതയുടെ അടിസ്ഥാനത്തിൽ അവനെ കേഫാവെ എന്ന് വിളിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ അനുഭവം അത് തന്നെയല്ലേ? കർത്താവ് നമ്മെ ഒരു പുതിയ പേരിട്ട് വിളിച്ചിട്ടുണ്ട്. എന്താണ് നമുക്കെല്ലാം കൂടെയുള്ള പേര്? വി ആർ സെയിൻസ്. നമ്മളെ വിശുദ്ധന്മാരെന്നാണ് ദൈവം വിളിച്ചിരിക്കുന്നത്. വിശുദ്ധ വിളി കൊണ്ട് വിളിക്കപ്പെട്ടവരാണ് നാം, വിശുദ്ധ വംശമാണ് എന്നൊക്കെ നാം വായിക്കുന്നുണ്ട്. നമ്മുടെ പേര് വിശുദ്ധന്മാർ എന്നാണ്. നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ ഒരിക്കലും ആ പേരിന് നാം യോഗ്യരല്ല എന്ന് നമുക്ക് തന്നെ അറിയാം. എന്നാൽ എന്തിനാണ് കർത്താവ് അങ്ങനെ വിളിച്ചത്? നമ്മെ വിശുദ്ധന്മാരാക്കി തീർക്കുവാനാണ്. സ്ഥാനീയമായി ഇന്ന് നാം വിശുദ്ധന്മാരാണ്. പൊസിഷണലി വി ആർ സെയിൻസ്, ബട്ട് ഇൻ അവർ ഡെയിലി പ്രാക്ടിക്കൽ ലൈഫ് വി ക്യാൻ ബിക്കം സെയിൻസ് ദാറ്റ് പൊട്ടൻഷ്യൽ ഈസ് ഇൻ us because of the Holy Spirit. ദൈവം തന്റെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിൽ പകർന്നിട്ടുള്ളത് കൊണ്ട് പരിശുദ്ധാത്മാവിന്റെ നിറവിൽ, ശക്തിയിൽ വിശുദ്ധന്മാരായി ജീവിക്കാനുള്ള എല്ലാ സാധ്യതയും നമുക്കുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ദൈവം തന്റെ കരുണയിൽ നമ്മെ വിശുദ്ധന്മാർ എന്ന് വിളിച്ചത്. ഗിദെയോനെ പരാക്രമശാലി എന്ന് വിളിച്ച് പിൽക്കാലത്ത് പരാക്രമശാലി ആക്കി മാറ്റി. എന്ന് പറഞ്ഞതുപോലെ നമ്മെ വിശുദ്ധന്മാരെന്നാണ് വിളിച്ചിരിക്കുന്നത്. അനുദിന ജീവിതത്തിൽ നാം വിശുദ്ധന്മാരായി തീരണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ട എല്ലാ കാര്യങ്ങളും ദൈവം ചെയ്തിട്ടുണ്ട്. ആ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു. ഞാൻ ഒന്നുകൂടെ വായിച്ച് അവസാനിപ്പിക്കട്ടെ. പരാക്രമശാലിയെ, യഹോവ നിന്നോട് കൂടെ ഉണ്ട് എന്ന് അവനോട് പറഞ്ഞു. അവൻ എങ്ങനെയാണ് പരാക്രമശാലിയായി തീരുന്നത്? എന്താണ് അതിന്റെ രഹസ്യം? യഹോവ നിന്നോട് കൂടെ ഉണ്ട്. വേദപുസ്തക ചരിത്രത്തിൽ ദൈവം വിളിച്ച് ഓരോ ദൗത്യം ഭരമേൽപ്പിച്ചിട്ടുള്ള ആളുകളുടെ ചരിത്രമൊക്കെ പരിശോധിച്ച് നോക്കുക. അവർക്കെല്ലാം ദൈവം കൊടുത്ത ഒരു വാഗ്ദാനം എന്ന് പറയുന്നത് ഞാൻ നിന്നോട് കൂടെ ഉണ്ട് എന്നുള്ളതാണ്. യഹോവ നിന്നോട് കൂടെ ഉണ്ട്, അതുകൊണ്ട് നീ ഒരു പരാക്രമശാലിയാണ്, അല്ലെങ്കിൽ പരാക്രമശാലി ആയിത്തീരും. പുതിയത്തിൽ വരുമ്പോൾ നമുക്കറിയാം, നമ്മുടെ കർത്താവിന്റെ പേര്
ഇമ്മാനുവേൽ എന്നാണ്, ദൈവം നമ്മോട് കൂടെ. നമ്മുടെ കർത്താവ് തന്റെ അന്തിമ നിയോഗം കൊടുക്കുമ്പോൾ ഒടുവിലായി പറഞ്ഞു, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കർത്താവ് നമ്മോട് കൂടെയുണ്ട്. ദൈവം തന്റെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിൽ പാർന്നിരിക്കുകയാണ്. ദൈവത്തിന്റെ വചനം നമ്മുടെ കരങ്ങളിൽ തന്നിട്ടുണ്ട്. അത് നമ്മുടെ ഹൃദയത്തിൽ നാം എഴുതണം. അതുകൊണ്ട് നമുക്കും വരുന്ന നാളുകളിൽ ഈ ഗിദെയോനെ പോലെ ദൈവം വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമായി നടക്കുവാൻ സാധിക്കും. നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമായി നടപ്പീരെന്ന് എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു. വിശുദ്ധ വിളി കൊണ്ട് വിളിച്ചതുകൊണ്ട് നമുക്കൊരു വിശുദ്ധ ജീവിതം നയിക്കാം. നമ്മെ നീതീകരിച്ചതുകൊണ്ട് നീതിമാന്മാരെ ഈ ഭൂമിയിൽ ജീവിക്കാം. അതുകൊണ്ട് ഈ ലോക്ക്ഡൌൺ പീരീഡിൽ പഴയ നിയമ കാലത്ത് ജീവിച്ചിരുന്ന ഈ ന്യായാധിപനായ ഗിദെയോന്റെ ജീവിതത്തിലെ ചില ആത്മീക പാഠങ്ങൾ പഠിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതവുമായി താരതമ്യം ചെയ്ത് നമ്മുടെ ജീവിതത്തിലെ കുറവുകൾ കണ്ടെത്തി തിരുത്തുവാനും വരുന്ന ദിവസങ്ങളിൽ ആത്മീക മല്ലന്മാരായി, ഗിദെയോനെ ഒരു ഭൗമികമായ യുദ്ധത്തിന് വേണ്ടിയാണ് വിളിച്ചത്. നമുക്കുള്ളത്, നമ്മുടെ മുമ്പിലുള്ളത് ഒരു ആത്മീക പോരാട്ടമാണ്. നാം ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചുകൊണ്ട് ആത്മീക മല്ലന്മാരായി വരുന്ന നാളുകളിൽ പരാക്രമശാലികളെ, ദൈവത്തിനു വേണ്ടി പരാക്രമശാലികളായി പ്രവർത്തിക്കുവാൻ, ജീവിക്കുവാൻ. ഇന്ന് കേട്ട ഈ ചെറിയ ആലോചന മുഖാന്തരം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ വചനം സംസാരിച്ച് എന്നെയും കേട്ട നിങ്ങളെയും ഒരുപോലെ സഹായിക്കട്ടെ, ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്ന സ്ഥലം സഭയോടുള്ള നന്ദിയെ പ്രകാശിപ്പിച്ചുകൊണ്ടും ഞാൻ എന്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവനാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ. മതിലുകൾ ഉയർന്നു നിന്നാൽ അതിൻ വലിപ്പം സാരമില്ല. മതിലുകൾ ഉയർന്നു നിന്നാൽ അതിൻ വലിപ്പം സാരമില്ല. ഒന്നിച്ചു നാം ആർപ്പിട്ടെന്നാൽ വന്മതിൽ വീഴും കാൽച്ചുവട്ടിൽ. ഒന്നിച്ചു നാം ആർപ്പിട്ടെന്നാൽ വന്മതിൽ വീഴും കാൽച്ചുവട്ടിൽ. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെന്ന്